നമസ്കാരം. രവീസ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ലോക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു സമര ചരിത്രത്തിൻ്റെ ദിവസമാണ്. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം, ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം മറക്കാനാവാത്ത ഒരു കൊടും ക്രൂരതയുടെ ദിവസമാണ് 1919 ഏപ്രിൽ മാസം 13-ാം തീയതി സിഡ്നി റൗലത്ത് അധ്യക്ഷനായ ഒരു കമ്മിറ്റി അവതരിപ്പിച്ച റിപ്പോർട്ടാണ്. ഇന്ത്യയിൽ മുഴുവൻ സമരകാകളം മുഴങ്ങിയപ്പോൾ അത് പഞ്ചാബിൻ്റെ മണ്ണിലും അമൃത്സറിലും വലിയ പ്രക്ഷോഭമാണ് ഉളവാക്കിയത്. ഏപ്രിൽ മാസം 9-ാം തീയതി റൗലറ്റ് ആക്ട് നിരോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഹർത്താൽ നടന്നു. ആ ഹർത്താലിനോടനുബന്ധിച്ച് അന്ന് നേതാക്കന്മാരായ ഡോക്ടർ സത്യപാൽ, സൈഫുദ്ദീൻ കിച്ചുലു എന്ന് പറയുന്ന ദേശീയ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഏപ്രിൽ മാസം 13-ാം തീയതി ഹാരി ഡയർ എന്ന് പറയുന്ന കിരാതൻ വെടിയുതിർക്കുവാൻ ആഹ്വാനം ചെയ്തത്. ആ കരിനിയമം റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 1917 റഷ്യൻ വിപ്ലവം ലോകത്താകമാനം അലയടിച്ചുയർന്നപ്പോൾ, അതിൻ്റെ ആവേശം ഉൾക്കൊണ്ടപ്പോൾ ഇന്ത്യയിലും അതിൻ്റെ ചലനങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അനാർക്കിക് ആൻഡ് റവല്യൂഷണറി ആക്ട് കൊണ്ടുവന്നത്. മനോഹരമായ പൂന്തോട്ടങ്ങൾ നിർമ്മിച്ചും ജലാശയങ്ങൾ നിർമ്മിച്ചും വലിയൊരു പാർക്കാക്കി മാറ്റി ചരിത്രത്തെ തന്നെ ഉന്മൂലനം ചെയ്യാൻ മറച്ചു വയ്ക്കുന്ന രീതിയിലേക്കാണ് ഇന്നത്തെ ഭരണവർഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ ഈ ദിനം നാം ഓർമ്മ ദിനമായി ആചരിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.